ഇതാ കണ്ടോ, ഇതാണ് രേഖ. വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് തിയേറ്ററിൽ പുതിയതായി എത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ രേഖാചിത്രം എന്ന സിനിമയെ കുറിച്ചാണ്. ഈ ഒരു സിനിമയിൽ ആസിഫ് അലി ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. ആസിഫ് അലിക്ക് പുറമെ സിദ്ദിഖ് ചെറിയൊരു വേഷത്തിൽ ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് ഈ ഒരു സിനിമ. പഴയ ഒരു കാലഘട്ടത്തേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടു പോകുന്ന ആ രീതിയിലുള്ള ഫ്രെയിംസുകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രേക്ഷകരുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഇമോഷൻ സീൻസുകളൊക്കെ ഭംഗിയായിട്ട് ഈ ഒരു സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം, മലയാള സിനിമയിൽ AI സാങ്കേതിക വിദ്യ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചത് ഈ ഒരു സിനിമയിലാണെന്ന് എടുത്തു തന്നെ പറയണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും മമ്മൂക്ക എന്ന മെഗാസ്റ്റാർ ഈ മുഴുനീളം ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്സിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ ഈ ഒരു റൈറ്ററിന് സാധിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സും അവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു തരി ബോർഡ് പോലും അടിക്കാത്ത നല്ലൊരു ചിത്രം തന്നെയാണ് രേഖാചിത്രം. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഉണ്ട്. ഈ ഒരു ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം സിനിമയൊന്ന് കാണുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.